ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കച്ചെമ്മീൻ മാങ്ങാക്കറിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കലത്തിൽ ഒരു പച്ചമുളക്, ഒരു ചെറിയ തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ഇടുക. അതിന് ശേഷം നമ്മൾ ഒരു തേങ്ങയുടെ പാലെടുത്തിട്ട് അതും കൂടി പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കളർ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. പിന്നെ നമ്മൾ കുറച്ച് ഉണക്കച്ചെമ്മീൻ എടുത്തിട്ട് വറുത്തിട്ട് അതിൻ്റെ തലയും വാലും കളഞ്ഞിട്ട് മാറ്റി വയ്ക്കണം. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം. ഈ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഉണക്കച്ചെമ്മീൻ വറുത്ത് അതിൻ്റെ തലയും വാലും കളഞ്ഞ് വയ്ക്കാം. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ആ ചെമ്മീൻ എടുത്തിട്ട് ഇതിലോട്ട് ഇടുക. എന്നിട്ട് ഈ ചെമ്മീൻ വേവേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നല്ല ഇതായിട്ടൊരു 2-3 മിനിറ്റ് തിളപ്പിച്ചാൽ മതിയാവും. പിന്നെ നമ്മൾ ഒരു മാങ്ങ എടുത്തിട്ട് പുളി നോക്കിയിട്ട് പുളിയുടെ അനുസരിച്ച് എത്ര മാങ്ങയാണോ നിങ്ങൾക്ക് ചേർക്കേണ്ടത് അത്രയും മാങ്ങ എടുത്ത് കഷ്ണമാക്കിയിട്ട് വെക്കുക. ഇത് നന്നായി തിളച്ച് കുറുകി വരുന്ന സമയത്ത് നമ്മൾ ആ മുറിച്ച് വെച്ചിട്ടുള്ള മാങ്ങയും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് ആ മാങ്ങ വേവാൻ അധികം സമയമൊന്നും വേണ്ട. അതും കൂടി ഇതായി കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലയും കൂടിയും ഇട്ടിട്ട് നന്നായി തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഇറക്കി വെക്കാം. ഇപ്പം നമ്മൾ ഉണക്കച്ചെമ്മീൻ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ചക്കക്കുരു ഉണ്ടെന്ന് വെച്ചോ, ചക്കക്കുരു നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടിയും പുഴുങ്ങിയിട്ട് ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാണ് ഈ കറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണേ. ഉണ്ടായി. ഇപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് നല്ല കളറായിട്ടുണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്.